ബംഗളൂരുവിൽ നിന്ന് നമുക്ക് കോഴിക്കോട്ടേക്കുള്ള പ്രധാനപ്പെട്ട ആശ്രയം ബസ്സുകളാണ്. പക്ഷേ വിശേഷ ദിനങ്ങളോടനുബന്ധിച്ച് സ്വകാര്യ ബസ് നടത്തിപ്പുകാരൊക്കെ തോന്നുംപടിയാണ് ടിക്കറ്റിന് ചാർജ് എടുക്കുന്നത്. 2000-ന് മുകളിലാണ് നിലവിലെ ടിക്കറ്റ് നിരക്ക്. വിമാനയാത്ര ആശ്രയിക്കാം എന്ന് കരുതിയാലും 7000-ന് മുകളിലാകും ഒരാൾക്ക് ചെലവ്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടാനുള്ള തീരുമാനവും കടലാസിലാണ്. ഈ സീസണിലെങ്കിലും അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ പ്രതികരണവുമായി കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ്. ഇങ്ങോട്ടൊന്ന് വരണമെങ്കിൽ എന്തൊരു പാടാണ്. ബംഗളൂരുവിലുള്ള ആളുകൾ പറയുന്നത് കേട്ടില്ലേ? ഇവിടെയുള്ളവർക്ക് പറയാനുള്ളത് എന്താണ്? സുജയപർവതി, വെരി ഗുഡ് ഈവനിങ്. അതായത് കഴിഞ്ഞ ഓണക്കാലത്ത് ഇതേ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ ക്രിസ്മസിനും പുതുവത്സരത്തിനും നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒരിക്കലും ഒരു തർക്കത്തിനും വകയില്ല. അടുത്ത ഓണക്കാലത്ത് നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. കാരണം കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ശീലമാണത്. ഈ കാലമെന്ന് പറയുന്നത് സ്വകാര്യ ബസ് കമ്പനികൾക്കും വിമാന കമ്പനികൾക്കും ചാകരക്കാലമാണ്. മറുനാടൻ മലയാളികൾക്കാണെങ്കിൽ ദുരിതകാലമാണ്. ഒരാൾക്ക് വരാനാണ് ഇത്രയും പൈസ. ഒരു 4-അംഗ കുടുംബം നാട്ടിലേക്ക് വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ടിക്കറ്റ് നിരക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4-അംഗ കുടുംബത്തിന് ബസ്സിനാണെങ്കിൽ മിനിമം ഒരു 12,000 രൂപ വൺ സൈഡ് മുടക്കണം. അത് ഒരു വിമാനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 30,000 മുതൽ 40,000 രൂപ വരെ ടിക്കറ്റ് വൺ സൈഡ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ആ ഘട്ടത്തിലാണ് ഇതിനൊരു പരിഹാരം തേടി പാസഞ്ചേഴ്സ് അസോസിയേഷനൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തത്. കാരണം ട്രെയിനിലാണ് പുതിയ ബോഗികൾ കൊണ്ടുവരുന്നില്ല, ബസ്സാണെങ്കിൽ KSRTC പുതിയ ബസ്സുകൾ അടുപ്പിച്ച് ഓടിക്കുന്നില്ല. ഇതൊക്കെ തന്നെ മുതലെടുക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ്. വിമാന കമ്പനികളാണെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ സമീപിച്ച് ഡിസംബറിലെത്തിയപ്പോൾ ഈ റേറ്റ് വളരെയധികം കൂടിയിട്ടില്ല. നിങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ആഘോഷ അവധിവേളകളിൽ ഇത് സ്ഥിരം പല്ലവികളാണെങ്കിലും ഇത്രയും രൂക്ഷമായ അമിത നിരക്കോ യാത്രാ ക്ലേശോ ഇതിനു മുമ്പ് അനുഭവപ്പെട്ടിട്ടില്ല. ഇത് ക്രിസ്മസോ അതുപോലെ തന്നെ ശബരിമല സീസണും നവവത്സരം നമ്മളിപ്പോൾ നേരത്തെ മുന്നൊരുക്കം നടക്കാത്തതിൻ്റെ ഒരു പോരായ്മയാണ് കാണുന്നത്. മറ്റൊന്ന്, മലയാളികളുടെ എന്താവാന്നുള്ളൊരു ധാരണയുണ്ട്. ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം അനുഭവിക്കുന്നത് കേരളത്തിലെയും മലബാറിലെ യാത്രക്കാർ പ്രത്യേകിച്ചുമാണ്. അത് മത്സരിച്ചിട്ടാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. കോവിഡിന് ശേഷം യാത്രക്കാരുടെ പോക്കുവരവ് വളരെയധികം വർദ്ധിച്ചു. മറുനാടൻ മലയാളികൾ മാത്രമല്ല, വിദേശത്തുള്ളവർക്ക് പോലും ആഘോഷത്തിന് പോയിട്ട് ഒരു മരിച്ചാൽ പോലും എത്താൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. ഇതിന് നേരത്തെ തന്നെ സംഘടനകളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും എല്ലാവരും ശ്രദ്ധപ്പെടുത്തി സ്റ്റേഷൻ മാസ്റ്റർ മുതൽ പ്രധാനമന്ത്രി വരെ ഞങ്ങളുടെ സംഘടനകളെല്ലാം യോജിച്ച് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഒരു പരിഹാരം കാണുന്നില്ലാണ് ഇതിൻ്റെ കാര്യം. ഇതൊക്കെ നിഷ്പ്രയാസം പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമാണല്ലോ. ഈ വണ്ടികളിൽ ബോഗികൾ കൂട്ടുക, സ്പെഷ്യൽ ട്രെയിനുകൾ യഥാസമയം പ്രഖ്യാപിക്കുക. ഇത് 3 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ കുറച്ച് 2 കമ്പാർട്ട്മെൻറ്റാക്കി 3 AC ആയിട്ട് കൺവേർട്ട് ചെയ്തു. വരുമാനം വർദ്ധിപ്പിക്കുന്ന ശുഷ്കാന്തി, യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നു, യാത്രാ ക്ലേശം പരിഹരിക്കുന്നു, റെയിൽവേയോ എയർലൈൻസോ എടുക്കുന്നില്ലാണ്. പ്രത്യേകിച്ച് മലബാറിൽ ജലഗതാഗതം വളരെ കുറവാണ്. മുൻകാലങ്ങളിലൊക്കെ ഇപ്പോൾ നിലവിലില്ല. KSRTC ആണെങ്കിൽ അവസാന നിമിഷമാണല്ലോ ബസ് പ്രഖ്യാപിക്കുന്നത്. കർണാടക ആണെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച ഒരു ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. KSRTC ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നേ ഉള്ളൂ. ഇതിനുള്ള ഭദ്ര സംവിധാനം പലതും ഉണ്ട്. അത് വേണ്ട സമയത്ത് ചെയ്യാത്തതാണ്. വിമാനക്കൂലിയുടെ നിരക്ക് പറഞ്ഞ കൊള്ളം നിർത്താൻ വേണ്ടിയാണ് നമ്മൾ കപ്പൽ സർവീസ് നമ്മൾ ആരംഭിച്ചു ശ്രമം നടത്തിയത്. അത് അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക ചെയ്യുന്നത്. ഈ കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മുടെ റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി V. അബ്ദുറഹ്മാൻ സാർ മീറ്റിംഗ്, റെയിൽവേയുടെ ഉദ്യോഗസ്ഥ മീറ്റിംഗ് 3-4 മാസം പൊളിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ഒന്നും നടക്കുന്നില്ല. എന്താണെന്ന് അതാണ് പ്രശ്നം സിനോജ്.